എന്താണ്, ആണെന്നൊരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. പെണ്ണിന് ആ സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടില്ല. അതിന് കാരണം ഇവൾക്ക് ആ സ്വാതന്ത്ര്യം വന്ന ഇവള് ലോകത്തെ മുടിക്കും. എന്ത് മനസ്സിലായി? പറ. നിങ്ങൾ പോലീസുകാരും ഡോക്ടർമാരും അല്ലേ, പറയേ. എനിക്ക് എന്ത് മനസ്സിലായി നിങ്ങൾ ഇത്രയും കാലം കൈകാര്യം ചെയ്തിട്ട്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വരുന്നാൽ അതുകൊണ്ടാണ് സ്ത്രീകൾ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നു, അല്ലേ? പക്ഷെ ഈ സ്വാതന്ത്ര്യം കൂടുതലായാൽ അവരെന്തും ചെയ്യാൻ മടിക്കില്ല. ഭരണകൂടത്തിലായാലും ശരി, വീട്ടിലായാലും ശരി, വേറെ എവിടെയായിരുന്നാലും അവരത് ചെയ്തിരിക്കും. അവർക്ക് അന്ന് ഒരു പുളിപ്പെന്ന് പറഞ്ഞ സംഗതി അവരുടെ കയ്യിൽ കാണില്ല. ഇതെൻ്റെ അമ്മയായാലും ശരി, നിങ്ങളുടെ അമ്മയായാലും ശരി, ഇനി നിങ്ങളുടെ സഹോദരിയോ ഭാര്യ ആയാലും ശരി, ഇത് തന്നെയാണ് സാധനം. ഞാൻ ഇത് പറയണത് വേണ്ടേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായ? പെണ്ണുങ്ങൾക്ക് മനസ്സിലായ? എന്താണത് മനസ്സിലാകാത്തത്? എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത്? എണീറ്റ് പറ, എന്താണ് ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത്? അതെ, വാസന വരാനൊരു കാരണം വേണ്ടേ? അതേ, പിതൃക്കളെന്ന് ഇപ്പൊ നമ്മൾ പറയുന്നു. അതിനുള്ള കാരണം പറ. പിതൃക്കൾ അങ്ങനെ വന്നു, അത് ശരിയാണ്. അതിനുള്ള കാരണം എന്താ? അതൊക്കെയാണ് നമ്മളെ വീട് കൊണ്ട് പഠിക്കേണ്ടത്. അതാണ് കണ്ടറിഞ്ഞിട്ടും സ്വാർത്ഥത വന്നപ്പോ എന്തും ചെയ്യാൻ മടിക്കാൻ പോകുന്നു. അതിനുള്ള കാരണം എന്താണ്? പെണ്ണിന് അങ്ങനെ ഒരു ദൂഷ്യമുണ്ടെന്ന് മനസ്സിലാകണോ വേണ്ടേ? ഒരു പെണ്ണിനെന്നോ രണ്ട് പെണ്ണിനൊന്നോ അല്ല, പെണ്ണിന് ഇങ്ങനെ ഒരു ദൂഷ്യമുണ്ടോ ഇല്ലേ? പറ, നിങ്ങളുടെ അറിവിൽ പറ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു കരുതൽ നടപടി പോലെ പെണ്ണിന്റെ കയ്യിൽ അവസാന ഘട്ടത്തിൽ വരും. ശരിയോ തെറ്റോ? അവൾ വഴിമുട്ടുമ്പോ അവൾ ഇത് ചെയ്തിരിക്കും. അവളുടെ ബുദ്ധിയുടെ വഴി മുട്ടുമ്പോഴേ, മനസ്സിലായില്ല? അവളുടെ ബുദ്ധിയുടെ വഴി മുട്ടുമ്പോഴേ അവളുടെ ബുദ്ധിയുടെ കഴിവനുസരിച്ച് അത് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ അവൾ ചത്തളയും. അവളുടെ പ്രധാന വരുന്നതാ. ഇതല്ലെന്ന് നിങ്ങൾ പറയാനാണോ ഒരുക്കെങ്കിൽ ഇന്ന് എനിക്കൊന്നും പറയാനില്ല. വഴിമുട്ടുമ്പോഴേ അവൾ ചെയ്യുന്ന സ്വയം ചത്തളയും. അത് അങ്ങനെയുള്ള ആത്മാഭിമാനം ഉള്ള ഒരു ചുരുക്കമാണ്. ഇത് വലിയ ആത്മാഭിമാനത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. ഒരു കള്ളം ചെയ്ത് തെളിഞ്ഞു പോകുന്ന കണ്ട അവളെ പറ്റത്തുള്ളൂ. കാര്യമൊന്നുമില്ല, ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. അതവൾ പറയില്ല. അങ്ങേറ്റം പറയാതിരുന്നിട്ട് ഇത് ചെയ്യും. ഇത് പെണ്ണിന്റെ ഒരു വാസനയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. വേറൊന്ന്, അവര് സന്തോഷമായിരിക്കുന്നത് ഇതേ പെണ്ണ് തന്നെ ഏത് നന്മയും ചെയ്യാൻ അവളെ കൊണ്ടുവരും. ഇതേ പെണ്ണ് തന്നെ.
ഇതല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഇവള് തന്നെ അത് ചെയ്യും. ഇതേ ബുദ്ധിയുള്ള, അതേ ദുഷ്ടതയുള്ള, അതേ നീതികേടുള്ള ആ പെണ്ണ് തന്നെ ഇത് ചെയ്തിരിക്കും. ഇതെന്തിനു പറഞ്ഞു ഇപ്പോഴേ? പറ, നിങ്ങളായിട്ട് പറ. ഇപ്പോഴിതെന്തിനു പറഞ്ഞു? പറ. ഇതെന്തിനിപ്പോഴും ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു എന്ന്? അതെ, സ്ത്രീകളിൽ കൂടി എങ്ങനെ ചെയ്യും? കുലശുദ്ധി എങ്ങനെ വരും? സ്ത്രീകളിൽ കൂടി വരേണ്ടതാണ്. ആ കുലശുദ്ധി എങ്ങനെ വരും? പുരുഷനിൽ കൂടി വരാമെന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ ഏത് പുരുഷനുണ്ട്? കുലനാശം വരുത്തുന്ന പുരുഷനേ ഉള്ളൂ. ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ശരിയല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എനിക്കിതൊന്നും മനസ്സിലായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ അറിവുകേടിന്റെ പൂർണ്ണ രൂപമാണ് അത്. ഞാൻ പറയാൻ കാരണം ഇവർ രണ്ടുപേരുമാണ്. ഇവർ കുലനാശം വരുത്താൻ ശ്രമിച്ചതാണ്. ഇവർക്ക് മനസ്സിലായെന്ന് തന്നെ പറയണത്, എന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അവതാള വാക്ക്. എന്തെന്ന് വാക്കാണത്? ചെയ്യാൻ കഴിയാതിരുന്നതല്ല, ചെയ്യാത്ത അറിവുകേടിന്റെ പൂർണ്ണത നിർത്തി നിർത്തി അനുഭവിച്ച് തീർക്കുക എന്നുള്ള ആ കർമ്മമാണ് അവർ ചെയ്തത്. അല്ലെന്ന് അവർ ഇപ്പൊ പറയട്ടെ എൻ്റെ മുമ്പ്. സാധിക്കില്ല. ഈ പുരുഷൻ എങ്ങനെ ഇവിടെ നന്നാക്കും? പിന്നെ ഈ നാശം പിടിച്ച സ്ത്രീ, ഇങ്ങനെ വഴുതി വീഴുന്ന ഈ പെണ്ണിനെ എങ്ങനെ നന്നാക്കും? അവളുടെ ചീത്തത്തരം മൊത്തം പകർന്നെടുത്ത് അവളുടെ നന്മയും പുലർത്തിക്കൊണ്ടുവരുമ്പോൾ അവൾ ചെയ്യുന്ന കർമ്മദോഷമാണ് ഈ കാണിക്കുന്നത്. അത് അവൾക്കൊരു പെണ്ണിനോട് ദോഷം, ഒരാണിനോട് ദോഷം, അങ്ങനെ സകലത് കണ്ടത് കേട്ടത് എല്ലാത്തിനോടും ദോഷം. അവൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പെണ്ണിന്റെ കയ്യിലും ഇല്ലാതെ ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ കൂടെ നിന്ന പെൺപിള്ളേരിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം അതാണ്. ഇന്നാരെന്ന് പറയണ്ട, പൂർണ്ണമായിട്ടും ഇവര് കണ്ടിരിക്കുകയാണ് സത്യമായിട്ട് ഇത് ഇന്നതാണ്. മക്കളെ, നിങ്ങൾ ഇത് ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ അനുഭവിച്ചറിഞ്ഞ് അവര് തന്നെ അത് ചെയ്ത് ഫലപ്രാപ്തി കണ്ട ആ മക്കളാണ് തിരിഞ്ഞു നിന്ന് ചെയ്തിരിക്കുന്നത്. ഞാൻ ആരെ വിശ്വസിക്കണം? സ്ത്രീകളിൽ കൂടി ഇത്രയും നീണ്ട പിഴവ്, പുരുഷന്മാരിൽ കൂടി ഈ അമ്മ ചീത്തയ നാശം ഉണ്ടില്ല. മനസ്സിലായില്ലേ? ഈ പുരുഷന്മാരെ സദാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ? ഉണ്ടില്ല. ഉള്ളതുപോലെ പറ നിങ്ങൾ. ഈ അമ്മയുടെ ചീത്തത്തരം മുഴുക്ക ഈ മക്കൾ പകർന്നിരിക്കുക. സ്ത്രീ എന്ത് ചെയ്ത് ആ അമ്മയിൽ നിന്ന് പകർന്നതും അച്ഛന്റെ കൊള്ളരുതായ്മയും കൂടി. ഇതൊന്നും ഭംഗി വാക്ക് പറഞ്ഞാലാവില്ല. ഇത്രയും ദോഷം നിങ്ങളിൽ തീണ്ടിയിരിക്കുന്നു, എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കി തരികയാണ്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്.
എന്നെ കണ്ടിട്ടില്ലാത്ത നിനക്കും കിട്ടിയതാണ്. പക്ഷെ നീ ഇത് മനസ്സിലാക്കിയിട്ട് നിന്റെ ജീവൻ കളഞ്ഞ് അതിന് പ്രവർത്തിപ്പിക്കുകയാണ് നീ വേണ്ടത്. നിന്റെ മറ്റു ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. കാരണം നിന്നെപ്പോലെ വരുന്ന സ്ത്രീകളിൽ ഈ ദോഷം കൊടികുത്തി വാഴുന്നു നീ കാണുകയാണ്. അതുപോലെ ഇവിടെ വരുന്ന പുരുഷന്മാരിൽ ഇത്രയും തൂക്കത്തിൽ ചീത്തത്തരം ചെയ്ത അമ്മയുടെ മക്കളാണ്. ഞാൻ ഇത് പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെടില്ലേ? മിണ്ടില്ല. എന്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ശരിയോ തെറ്റോ? മിണ്ടില്ല. അങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒരമ്മയെങ്കിലും ഇവിടെ നമുക്ക് എടുക്കണം എന്നൊരു ഭാഷയെ നിങ്ങളോട് പറയുന്നുള്ളൂ. അങ്ങനെ ഒരച്ഛനെങ്കിലും നിങ്ങളിൽ വരണം. ആ ഒരു കർമ്മത്തിൽ നിങ്ങളുടെ ലോക വസ്തുത മൊത്തം എടുത്തു കണ്ടിട്ട് ഈ ലോകനീതിക്ക് പാലിച്ചു വരുന്ന ഭരണകൂടം മൊത്തം കർമ്മത്തിലേക്ക് എത്തിക്കേണ്ട മക്കളാണ് നിങ്ങൾ ഇവിടുന്ന് ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾ ചെയ്തെടുക്കാതെ ഈ മിനിങ്ങി നിന്നുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന നാശത്തിന്റെ കുതികാല് വിട്ട് നിങ്ങൾ എവിടെ കൊണ്ടേ നശിപ്പിക്കും? നിങ്ങൾ ഇതിനകത്ത് നിന്ന് ചെയ്യുന്നവര് വളരെ സൂക്ഷിച്ച് ചെയ്യണം. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതെനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്ന് തെളിവാണ് ആ വീട്. അതിന്റെ തെളിവാണിത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഓരോന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത്? എന്താണ് പറ? ഡോക്ടർ കുറെ പ്രവർത്തിക്കുന്നതാണ്, എണീറ്റ് പറ. എനിക്കത് മനസ്സിലായിരുന്നില്ല, ആപത്താണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെന്നുള്ള നിർബന്ധമാണ് എനിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വന്ന് പെട്ടിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എത്ര നന്മ ചെയ്താലും ഞാൻ കാണൂല. ഇരുന്നു രണ്ടു വാക്കിൽ പറ. എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? ഈ പെണ്ണിന് അല്ലെങ്കിൽ ഈ പുരുഷന്, ഇപ്പൊ അവൻ പറഞ്ഞ കേട്ടോ, അവൻ എവിടെയിരുന്നൊന്ന് കണ്ടിട്ടാണ് വന്നതെന്ന്. അങ്ങനെ ഒരു ഭാഗ്യത്തിന്റെ വെളിച്ചം കിട്ടിയിട്ട് എടുക്കാനുള്ള കർമ്മ ഇല്ലാതെ വന്ന എന്തുകൊണ്ട്? ആ അമ്മയുടെ തലമുറ ശരിയല്ല. പറഞ്ഞ മനസ്സിലായ? അത് തന്നെയാണ് ഇവനും കാണിച്ചത്. കണ്ട, വിളിച്ചിരുത്തി അമ്മയ്ക്ക് പറയല്ലേ ചെയ്യുന്നത്. മിണ്ടൂല്ല. വേറെ ആർക്കെങ്കിലും പറഞ്ഞോ? ഞാൻ ഈ നിലയിൽ ചീത്തയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം. എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് പറയണം? സ്നേഹം അറ്റ് പറയാനിപ്പോഴും. കാരണം നിങ്ങൾ കണ്ടിട്ട് കുളിക്കുന്നവരാ, കണ്ണുദോഷം തീരാനല്ലേ? മിണ്ടില്ല. ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ ഈ പറയുന്നതിന് എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? പറ. നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെ പറ. ഇത് പറഞ്ഞങ്ങ് നീട്ടാനല്ല. നമുക്കൊരു ചുരുക്കത്തിലൊന്ന് മനസ്സിലായിട്ട് നമ്മുടെ ജീവന്റെ അതിർത്തി വരുമ്പോൾ എവിടം വരെ നിൽക്കുന്നു അതുവരെ ഞാൻ പ്രയത്നിക്കുമെന്ന് വാശി ഉണ്ടാക്കാൻ പറയുന്ന വിഷയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണ്ട. നിങ്ങൾ കളിച്ചു തുള്ളി പോകാൻ കൊള്ളില്ല. ഇപ്പൊ ഈ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുന്നതിൽ അത്ര ബദ്ധലുണ്ട്. ഞാൻ രാപകലെ ഉറക്കൊഴിഞ്ഞ് ചെയ്ത കർമ്മത്തിൽ മാനിച്ചെടുക്കാൻ കഴിയാത്ത പെണ്ണുമാണെന്നാണ് എനിക്ക് കിട്ടിയത്. എന്ത് ചെയ്യാനൊക്കും?
അതാണ് എന്നെ കൊണ്ട് ഞാൻ വിചാരിച്ചാൽ കഴിയില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതാണ് എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത്. എന്താണ് ഈശ്വര വാക്ക് അതുപോലെ സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. അത് നിങ്ങൾ അവനെന്ത് ചെയ്തു? ഇതാ അവന്റെ പരമ്പരയിലുള്ള ആചാര്യന്മാരും പ്രവാചക പരമ്പരയും ഈ ത്രിമൂർത്തി പരമ്പരയും അതിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മോക്ഷയിച്ചുക്കളായിരിക്കുന്ന ഗുരുക്കന്മാരുമാണ് പറയുന്നത്. നിങ്ങൾ ആ കാര്യം അതുപോലെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഴ്ച വരും, ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് തള്ളിയിട്ട് പോകാൻ നേരുന്നു. നിങ്ങളെങ്ങും തള്ളാൻ കൊള്ളില്ല. ഞാൻ ഒരു വാക്കിൽ പറഞ്ഞു. എന്താണ്? മഞ്ഞുതുള്ളി എവിടെ വീഴും? ആകാശത്തുനിന്ന് വേറെ എവിടെ വീഴുന്നത്? അല്ല, അതെവിടെ വീണിട്ടാണ് പറയുന്നത്? ശിവന്റെ തലയിൽ കെട്ടിയിരിക്കുന്നത് എന്താണ്? ജഡയല്ല. ഈ സൂത്രം കൊണ്ട് സന്യാസം കൊണ്ട് വളർത്തിയെടുത്ത ജഡയുണ്ടല്ല. സന്യാസം എന്നാണ് അതിന് പറഞ്ഞു പഠിപ്പിക്കുന്നത്, അല്ലേ? അങ്ങനെ ആകാശം പോലെ മല പോലെ വളർന്നു നിൽക്കുന്ന ഈ ഭൂമിയെ, അല്ലെങ്കിൽ ഈ മനുഷ്യനെ, ഏത് മനുഷ്യനെ? ഈ തപം കൊണ്ട് ജഡകെട്ടിയ ഓതി നീണ്ട ജടയും നഖവും, ഇത് മല പോലെ നിൽക്കുകയാണ്. അതാണ് ആകാശം, അല്ലെങ്കിൽ കൈലാസം. അതിൽ വീണിട്ട് ഒലിച്ച് ഈ അഴുക്കെല്ലാം കൂടി ഇറങ്ങി കടലിലോ ഒഴുക്ക് ചാലിലോ വീണ പാറയാകുകയാണ്. ഈ ചവറെല്ലാം കൂടി പൊടിഞ്ഞ് ആ ചീത്ത അംശം എല്ലാം കൂടി ചേർന്ന് അത് പാറ ഇതുപോലെ പാറയായി പോകും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ജീവനെ? ഇതാണ് ശിവന്റെ തലയെ കെട്ടി വെച്ചിരിക്കുന്ന സാമാനം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് മനസ്സിലായില്ല. തപസ്സുകൊണ്ട് വലുതായിട്ട് മനസ്സിലായില്ലേ? ഈ ത്രിമൂർത്തി പദവി പോയി നിന്ന് കളിച്ചു പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അറിവ് നിങ്ങൾക്ക് വേണം. ആ കാര്യത്തെ കടത്തിയെടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പെണ്ണുങ്ങൾ ഇവിടെ വന്നിത് കാണിക്കരുത്, ശരിയാവൂല. ആണും കാണിക്കരുത്. അപ്പൊ ഞാനുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നോ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. കിട്ടിയ വാക്കിന്റെ അർത്ഥവും ഫലവും ഫലശ്രുതിയുമായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. അല്ലാതെ പണ്ടാരോ പറഞ്ഞ നീതിന്യായങ്ങളുടെ പീഠം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വയ്ക്കുകയല്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടേ കൈകാര്യം ചെയ്യാം. ഇതെന്റെ ആവശ്യമാണ്, നിങ്ങളുടെ അല്ല. എന്റെ ആവശ്യം ഞാൻ പറയുന്നു, ചെയ്തെടുക്കാൻ നിങ്ങൾക്കാണ് കഴിയൂ. അതാണ് നിങ്ങൾക്ക് ആണിനും പെണ്ണിനും കിട്ടുന്നത്. അല്ലാതെ വെറുതെ തരില്ല. ഇത് നീ മനസ്സിലാക്കാതെ പിള്ളകളി കളിക്കരുത്. മനസ്സിലായ? ഗൗരവമുള്ള കാര്യമാണ്. അത് നിന്റെ വീട്ടിലും നീ അതിന് ശക്തമാണെന്ന് കാണിച്ചു കൊടുക്കണം. നിന്നോട് സ്നേഹമുള്ളവരോട് നീ അത് ചെയ്യണം. ഇല്ലെങ്കിൽ വേണ്ട. നിനക്കത് മനസ്സിലാകണം. നീ എന്തെങ്കിലും വിധത്തിൽ നിന്റെ കള്ളത്തരം കൊണ്ട് സാധിച്ചെടുക്കാമെന്ന് നീ കരുതരുത് കേട്ടാ. ഈ കള്ളത്തരമൊന്നും ഇവിടെ വെച്ച് പുലർത്തരുത്. ഇവിടെ ഓരോരുത്തരും കള്ളത്തരം വെച്ച് പുലർത്തിയ നിന്റെ അപ്പൂപ്പൻ്റെയൊക്കെ കഥ അറിയാം. ഓർമ്മയായിട്ട് ചെയ്തു. നീ ഇപ്പൊ പഠിത്തമൊക്കെ മതിയാക്കി അവനിവിടെ സന്യാസം പിടിച്ച് തലയിൽ കയറ്റിക്കൊണ്ട് വന്നിരിക്കുക. ഇതെന്താണ്ട് എളുപ്പമുള്ള ഒരു സാധനമാണെന്നാണ് നീ കരുതിക്കുക.
മര്യാദയ്ക്കത് വേദനപ്പെട്ടെടുക്കാമെങ്കിൽ മാത്രം അതാണ് നീ 1-2 പ്രാവശ്യം വന്നിട്ട് പറഞ്ഞയച്ചത്. എന്താണ്? പ്രവാചക പരമ്പര 25, പ്രവാചക പരമ്പര 28 ഉണ്ട്. പക്ഷെ 25 പ്രവാചക പരമ്പരയ്ക്ക് കിട്ടിയിട്ട് എടുക്കാൻ വയ്യാത്തതാണ് സംഗതി. അതുപോലെ ത്രിമൂർത്തി പരമ്പരയ്ക്ക് എടുക്കാൻ വയ്യാത്തതാണ് സംഗതി. അത് ആദിമ മനുവിന്റെ പരമ്പര എവിടം വരെ എത്തി നിന്നോ അവിടം വരെ ചീത്തയിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ കാണിച്ചു തരുന്ന തൂക്കത്തിൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ വയ്യാത്ത ഗതികേട് വരും. അതായത് പ്രവൃത്തിയിൽ വരുന്ന തെറ്റുണ്ട്. എടാ, പറയുന്ന ഒന്ന് കേക്ക്. വാഴയ്ക്ക് വളം വാരിയിടുമ്പോ അതിനുള്ള ജീവന്റെ അംശം കാണൂല്ലേ? അതുണ്ട്. അപ്പൊ അതും കൂടി കണ്ടണ്ട് വേണം പറയാൻ. വെറുതെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒപ്പിച്ചിട്ട് പോവുകയല്ല വേണ്ടത്. അതിലും ജീവനുണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ജീവനെ സൂക്ഷിക്കുകയല്ല. അന്ന് അത് അങ്ങനെ വന്ന് കലർന്നു വന്നിരിക്കുന്ന പാപം നിൽക്കുന്നുണ്ട്. അത് ഈ പഞ്ചഭൂതങ്ങളിലും ഇന്ദ്രിയങ്ങളിലും കൂടി ബാധിച്ചിട്ട് അത് പഞ്ചകോശങ്ങളായി തിരിച്ച് ഉപകരണമായിട്ട് വെച്ചിട്ട് അത് ജീവനും ആത്മാവുമായി പൊരുതി ജയിച്ചിട്ട് അതിലെന്ത് ചെയ്യണം? ആത്മവിവേചനം. ആത്മാവിനെ കൊണ്ട് വിവേചനം ചെയ്യിക്കാനേ ഒക്കൂ. വെറുതെ ജീവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒക്കില്ല. അത് ജീവനെ പൂർത്തിയാക്കി എടുത്തുകൊണ്ട് ആത്മനിവേദിതം. എന്താ? ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ നിവേദിക്കുക. അതാണ് നിങ്ങൾ കാണുന്നത്. പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ചെയ്തോണം. കഠോരമായ കർമ്മമാണ്. നിങ്ങൾ കളിക്കാൻ വന്ന് ഇവിടെ വന്ന് നിൽക്കരുത്, വരിയരുത്. എന്റെ ആവശ്യമാണിത്, നിങ്ങളുടെ ആവശ്യമല്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്റെ അല്ലേ ആവശ്യം? ആ ആവശ്യം ഞാൻ പറയാണ്, എന്റെ ആവശ്യമായിട്ട്. എനിക്കല്ലാതെ ഈ ഞാൻ ഇവിടെ കെട്ടിയിട്ട് എന്ത് സാധിക്കാനാ? എന്തെന്ന് മണ്ണാങ്കട്ടി സാധിക്കാനാ എനിക്ക്? അതിനല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വാശിയും വൈരാഗ്യവും വീറുമായിട്ട് പ്രവർത്തിച്ചെടുക്കാനുള്ള ഒരു ധർമ്മം നിങ്ങൾക്ക് ദൈവം തന്നപ്പോൾ ആ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഓർമ്മയായിട്ട് ചെയ്തോണം. വേറെ ന്യായം കാണിച്ച് മറ്റുള്ളവർക്ക് അഴകിനൊത്തു നിന്ന്, മറ്റുള്ളവർക്ക് കെട്ടതിനൊത്തു നിന്ന്, മറ്റുള്ളവർക്ക് ഏതെല്ലാം വിധത്തിലുള്ള ദുഷ്ടത്തരം പകർന്ന് വഷളാക്കാൻ കഴിയുമോ അതെല്ലാം പകർന്ന് വഷളാക്കാൻ നിങ്ങൾ നിൽക്കരുത്. അതിനീതല്ല സ്ഥലം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നെങ്കിൽ അതുപോലെ ചെയ്തോണം. ഇല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞു തരാതെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആണോ? അല്ലേ? എന്തിനാ? നിങ്ങൾക്ക് കുളിക്കാനാ? ഉണ്ടില്ല. എന്തിനാണ് കിട്ടുന്നത്? കുളിച്ച് കളിക്കാനാ? മിണ്ടില്ല. നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കണം. ഓരോ കുഞ്ഞിനും അത് ആവശ്യമാണെന്ന്, ഓരോ പരമ്പരയ്ക്കും അത് ആവശ്യമാണെന്ന്. ഈ ലോകത്ത് ഇന്നോളം വന്നു പോയ ആ തെറ്റിന്റെയും ശരിയുടെയും മൂടെടുത്ത് അത് അരച്ച് കലക്കി തെളിച്ചെടുത്ത് അത് തെളിവെടുത്തിട്ട് ആ തെളിവിൽ നിന്ന് തെളിച്ച് കരുവാക്കി ഉരുവാക്കി കൊടുക്കുന്ന ഗുരുത്വമാണ് നിങ്ങൾ. മനസ്സുണ്ടെങ്കിൽ അത് ചെയ്തെടുത്തോണം. ഇനി എൻ്റെ കയ്യിൽ ഒരിക്കലും നിങ്ങളോട് നീതി വരിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടില്ല, ലഭിക്കില്ല. നിങ്ങൾക്ക്, നിങ്ങൾ മനുഷ്യരാണ്. അതുകൊണ്ട് ഇത്
എൻ്റെ ജീവൻ ഇപ്പൊ പോയാലും ഞാൻ ഇങ്ങനെ പറയും. എനിക്കതാണ് ആവശ്യം, എൻ്റെ ആവശ്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്തെടുക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തതാണ്. ഇവിടെ വന്നു നിന്ന് നിങ്ങൾ പല കോഷ്ടികളും കാണിക്കുന്നത് നാശത്തിന് വഴിതെളിക്കും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പരമാർത്ഥം ഞാൻ നിങ്ങളോട് സത്യം പറയണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ചെയ്യാമെങ്കിൽ ചെയ്തെന്നോ. ഡോക്ടർക്ക് മനസ്സിലായ അമിതമായി ചെയ്യുമ്പോഴും സാധാരണയായി ചെയ്യുമ്പോഴും അവരുടെ അറിവിനൊത്ത് അവരങ്ങനെ ചെയ്തോട്ടെ. നമ്മൾ ആ ഭാഗത്ത് വാശിയും വൈരാഗ്യവും സ്നേഹവും ഒന്നും കാണിക്കണ്ട. നമ്മളാലാവുന്ന നന്മ ചെയ്തിട്ട് എന്തോ ചെയ്യട്ടെ എന്ന് കഴിച്ച് മാറിക്കളയണം. മനസ്സിലായ? നിങ്ങൾ അത്ര കഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട്. ചെയ്തോ, അറിഞ്ഞ് ചെയ്തോണം. വീടും വരെയൊക്കെ വിറ്റിട്ട് ആശ്രമത്തിന് വേണ്ടി സ്ഥലം വാങ്ങിച്ച് സമ്പാദിക്കാൻ, അതൊക്കെ വേറെ കാര്യം. നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെ കൊള്ളാം, ആ പുണ്യം നിങ്ങൾ കളയരുത്. കളഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനൊക്കില്ല. അത് നിങ്ങളിപ്പോൾ കുറെ പേരെ എങ്ങനെയെല്ലാം ആദരിച്ച് സുഹൃത്തപ്പെടുത്തി ചെയ്യാനൊക്കും അതൊക്കെ ചെയ്യണം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിലയിൽ നിന്നില്ലേ, ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്ത് ചെയ്യാനൊക്കും? അതിനാണ് ഇവരെ പൊക്കി നിർത്തിയത്. മനസ്സിലായോ പറഞ്ഞത്? ഈ പറഞ്ഞോ മനസ്സിലായോ? അതിന് തന്നെയാണ് ഈ പെണ്ണുങ്ങൾ അത്രയും ചീത്ത പറഞ്ഞത്. ഞാൻ ഇതുവരെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പൊ ചീത്തയാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ്. എൻ്റെ അനുഭവം എനിക്ക് സഹിക്കാൻ വയ്യ. ഓർമ്മയായിട്ട് ചെയ്തു. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ പ്രവർത്തന ശേഷി എന്താണ് പറഞ്ഞത് നേരത്തെ? അതൊന്ന് നിങ്ങളായിട്ട് പറ. നേരത്തെ 2 വാക്കിൽ ഞാൻ ഒന്ന് പറഞ്ഞ് നമ്മുടെ വീട്, ഭാര്യയും മക്കളെങ്കിലും പകരണമെന്ന്. അതിന് അവരും നന്നായില്ലേ, നമ്മൾ എന്ത് ചെയ്യും? പറ. ഇതൊരു കടോര വാക്കാണ് ഞാൻ പറയാൻ പോണത്. അവര് നന്നായില്ലേ, എന്ത് ചെയ്യും? അതെ, വിടാൻ അവർക്ക് മനസ്സിലാകണ്ടേ? അവർക്ക് മനസ്സിലാവില്ല, ഭർത്താവിനും ഭാര്യയ്ക്കും മനസ്സിലാവില്ല ഇത് വിടേണ്ടതാണെന്ന്. മനസ്സിലായില്ല. അതായത് ഭാര്യയ്ക്ക് മനസ്സിലാവില്ല ഇത് വിടേണ്ടതാണെന്ന്, ഭർത്താവിനും മനസ്സിലാവില്ല. പിന്നെ ആരാണ് വിടുന്നത്? ഉണ്ടല്ല. ഇതിന് അമ്മേന്ത് ചെയ്യും? മക്കളോട് അങ്ങനെ ഇഴുകി അങ്ങനെ ചേർന്നിട്ട് വിരകി മക്കളങ്ങ് തിന്നും. ഉണ്ടില്ല. ശരിയാ തെറ്റോ? ആ മക്കളെ ഓരോന്നിനെയും വിരകി തിന്ന് തീർക്കും. അച്ഛനെന്ത് ചെയ്യും? ഇങ്ങനെ വിരകിയിട്ട് നടക്കില്ല എന്ന് കണ്ടാൽ അങ്ങനെ കിടന്ന് വിളിച്ച് തറുതുണിയായി വിളിച്ചിട്ട് ഇടയ്ക്ക് ഇനി ഇത് ഉള്ളതും കൂടി വിറ്റവള് നന്നാകുമെന്ന് അറിയട്ടെ വിറ്റങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ അവളുടെ പേരിൽ എഴുതി വയ്ക്കും. അങ്ങനെയെങ്കിലും അവള് നന്നാകട്ടെ. അപ്പോഴാണ് 10 കളി കളിക്കുന്ന ഇവൻ. അവള് ചെയ്യുന്ന പണിയുണ്ട്. അത് ഇവരാരും കണ്ടില്ല, ഈ ആണുങ്ങൾ ഇപ്പൊ വന്നിരുന്നവരാരും കണ്ടില്ല. അവള് കളിക്കുന്ന ഒന്നും കണ്ടതേയില്ല. കണ്ടോടാ നിങ്ങൾ? കണ്ടു?